അപ്പൊ എന്താ ഈ കാര്യങ്ങളൊക്കെ? അഭിനയമൊക്കെ എങ്ങനെ? വാർത്ത വായിച്ചു. അഭിനയിക്കാൻ പോയി. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോ സാറിന്റെ ഷോ തന്നെ 2010 മുമ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ നമുക്ക് ലൈഫിൽ തന്നെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും ഓരോരുടെ പാഷൻ എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ ആധുനിക കാലം എടുത്തു നോക്കിയാല് ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും സിനിമയിലെ കണ്ടന്റ് എടുത്തു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പാട്ടുകളൊക്കെ ഉപയോഗിച്ച് അവര് മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നു, അവര് പൈസ കൊടുത്ത് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർ സ്റ്റേജിൽ വിളിച്ച് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കാണുമ്പോൾ അതിശയം തോന്നും, അവരെന്ത് ചെയ്തിട്ടായിരിക്കും. ശരിക്കും ഇവിടെ ഇരിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സ്. കാരണം സ്ട്രഗിൾ ചെയ്ത് വന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. ഐ എം സോ ഹാപ്പി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയെ ഭയങ്കര ആഗ്രഹിച്ച ആളൊന്നല്ല. എന്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇവൻ 9th ഡ്രോപ്പ് ഔട്ട് ആയ ഒരാളാണ് സ്കൂളിലുള്ള ക്രൈസിസ് കൊണ്ട് തന്നെ. അത് പലതവണ ഞാൻ സാറിന്റെ അടക്കം വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയോ എനിക്ക് അഭിനയമുണ്ട്, പുസ്തകം എഴുതണം എന്നുണ്ടായിരുന്നു, പല കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ എനിക്ക് പുറത്തോട്ട് കൊണ്ടുവന്നത് എൻ്റെ ലൈഫിലാണ്. ഇപ്പം ഇവിടെ ചിലര് പേഷ്യൻ്റെ പുറത്ത് സ്വന്തം കാര്യത്തിലായിരിക്കും, പക്ഷെ ഒന്ന് വിനയ സ്ത്രീകളുടെ കാര്യത്തിന് വേണ്ടി പോരാടിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സമൂഹത്തിനെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഒരു മുൻപന്തിയിൽ വന്നു. അപ്പോൾ ഒരു വലിയൊരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളെന്ന നിലയ്ക്ക് എനിക്ക് അതിൽ അഭിമാനം. അല്ല, ഒരു പദം പോലും ഇല്ല നമുക്ക്. പക്ഷേ ഇപ്പോൾ ഭരണകൂടത്തെ കൊണ്ട് ഒരു പോളിസി മേക്ക് ചെയ്യുക, ആ പോളിസിയുടെ ഡ്രാഫ്റ്റ് കമ്മിറ്റി അംഗമാവുക. 9ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ആയ ഞാൻ സംസ്ഥാന പാഠപുസ്തക കരിക്കുലം കമ്മിറ്റി അംഗമാവുന്നു. അതെ. തിയേറ്റർ, ഇപ്പം ഞാൻ തിയേറ്റർ ഫൗണ്ടർ മെമ്പറാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. 4 സംഘടനകൾ രൂപീകരിച്ചു. സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗമായിട്ട് നിന്നു 2024 വരെ. അങ്ങനെ പല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത് ഒത്തിരി പേരുടെ ഫൈറ്റിംഗ് മൂലമാണ്. പക്ഷെ ഇന്ന് ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനിയും മാറേണ്ടതുണ്ട്. അതിലൊരു ചെറിയൊരു ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയണേ. ഇപ്പം നാച്ചി ലോകം ചുറ്റുന്ന കാര്യം പറഞ്ഞു. അപ്പം സാറ് ചോദിച്ചു കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളത്. അതേ ലോകം ചുറ്റുന്ന അരുണിനോട് ചോദിച്ചില്ല എന്തുകൊണ്ട് കുട്ടികളുടെ കാര്യം. ലോകം മുഴുവനും കുടുംബമാകുമ്പോ സ്വകാര്യമായിട്ടൊന്നും വെക്കുന്നില്ല. അങ്ങനെ കമ്മ്യൂണിറ്റിയാ. അതെ, ലോകം ഈ കല്യാണം കഴിച്ചില്ല. എനിക്ക് ലോകം മുഴുവനും വീടുകളുണ്ട്. ലോകം ഇല്ല. എനിക്ക് കയറി ചെല്ലാവുന്ന ഒരുപാട് വീടുകൾ ഞാൻ വരണം എന്നിപ്പോഴും. കല്യാണം കഴിച്ചോ ഇല്ലയോ? ഒറ്റയാനാണ്. ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ജെൻഡർ നാജിദോട് അങ്ങനെ ഒരു കുട്ടികളെ രക്ഷപ്പെട്ടു. ഒരു പുരുഷനായ അദ്ദേഹത്തോട് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചില്ല. അങ്ങനെ ഒരു ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമുക്ക് ആവശ്യമുണ്ട്. സാറിനെ പോലുള്ള ആളുകൾക്ക് അത് കുറച്ചും കൂടിയും കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം സാറൊക്കെ എന്റെ വളരെ നല്ല ഇൻസ്പിറേഷനാണ്. അമ്മച്ചി എന്നെ ഊറി ചിരിക്കുക. അമ്മച്ചി ആ JCB ഓടിച്ചല്ലേ? ഓ, അത് സൂപ്പറായി. അതെനിക്കൊന്ന് കാണാൻ വരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.